Hi guys, welcome back to my YouTube channel Medical Study with me Anu. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്യൂബർക്ലോസിസ് ടോപ്പിക്കാണ്. ട്യൂബർക്ലോസിസ് നമുക്കറിയാം പാത്തോളജിയിലും ഫാർമക്കോളജിയിലും മൈക്രോബയോളജിയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന എസ് എ ടോപ്പിക്കാണ്. ഇന്ന് നോക്കാൻ പോകുന്നത് പാത്തോളജിയിലെ ട്യൂബർക്ലോസിസ് ആണ്. പാത്തോളജിയിലെ ട്യൂബർക്ലോസിസ് നമുക്കറിയാം ഏത് സ്പീഷീസാണ് ട്യൂബർക്ലോസിസ് ഉണ്ടാക്കുന്നത്? മൈക്രോബാക്ടീരിയൽ ട്യൂബർക്ലോസിസ്, മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഇത് കൂടാതെ മൈക്രോബാക്ടീരിയം ബോവിസ് ഉണ്ട്, അങ്ങനെ കുറേ സ്പീഷീസ് ഉണ്ട് ട്യൂബർക്ലോസിസ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി മൈക്രോബയോളജിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ട്യൂബർക്ലോസിസിനെ കുറിച്ച്. ഇത് പാത്തോളജി വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ട്യൂബർക്ലോസിസ്? ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പോൾ ദേ ആർ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ് ആണ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ട്യൂബർക്ലോസിസ് ഇസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പിന്നെ നമ്മൾ പറഞ്ഞത് മൈക്രോബാക്ടീരിയൽ സ്പീഷീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ സ്റ്റെയിൻഡ് യൂസിങ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ദേ ആർ എയറോബിക്, റോഡ് ഷേപ്ഡ് ബാസിലി ആയിരിക്കും. ഇതൊക്കെയാണ് മൈക്രോബാക്ടീരിയൽ സ്പീഷീസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷനാണ്. ഇഞ്ചക്ഷൻ ഉണ്ട്, ഇനോക്കുലേഷൻ ഉണ്ട്, പിന്നെ ഉണ്ട് ഇഞ്ചക്ഷൻ, ഇനോക്കുലേഷൻ. ഇതുകൂടാതെ ഇൻഹലേഷൻ ഉണ്ട്. ഇൻഹലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി പേഷ്യൻ്റ്, ട്യൂബർക്ലോസിസിൻ്റെ പേഷ്യൻസ്, ആ പേഷ്യൻറ്റ് കഫപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഡ്രോപ്ലെറ്റ്സിനകത്ത് സംടൈംസ് ഈ ട്യൂബർക്ലോസിസ് ബാസിലെ ഉണ്ടാവും. ആ ബാസിലെ നോർമൽ ഇൻഡിവിജ്വലിൽ എത്തിക്കഴിയുമ്പോൾ ട്യൂബർക്ലോസിസ് ഡെവലപ്പ് ചെയ്യാം. അതെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ഓഫ് അൺപാസ്ചറൈസ്ഡ് മിൽക്ക്. അൺപാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പം ആ കൗവിന്, അല്ലെങ്കിൽ ആ കൗവിന് എന്തുണ്ടായി, ഓൾറെഡി ട്യൂബർക്ലോസിസ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കൗ, മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് അവരുടെ ബോഡിയിൽ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൗവിൻ്റെ മിൽക്ക് നമ്മൾ അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിലും വൺ ഓഫ് ദി മോഡ് ഓഫ് ട്രാൻസ്മിഷനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് മാൻടോക്സ് ടെസ്റ്റാണ്. മാൻടോക്സ് ടെസ്റ്റാണ് ട്യൂബർക്ലോസിസിൻ്റെ സ്കിൻ ടെസ്റ്റ്. ട്യൂബർക്കുലിൻ യൂസ് ചെയ്തിട്ടാണ്, അതായത് ബാക്ടീരിയൽ എക്സ്ട്രാക്റ്റ് ആണ് ട്യൂബർക്കുലിൻ ഒരു അലർജനാണ്. ആ അലർജൻ യൂസ് ചെയ്തിട്ടാണ് മാൻടോക്സ് ടെസ്റ്റിൻ്റെ പോസിറ്റിവിറ്റി നോക്കുന്നത്. സംടൈംസ് ഇത് ഫോൾസ് പോസിറ്റീവ് കാണിക്കാറുണ്ട്, ഫോൾസ് നെഗറ്റീവ് കാണിക്കാറുണ്ട്. ഫോൾസ് പോസിറ്റീവ് കാണിക്കുന്നത് ഏറ്റിപ്പിക്കൽ മൈക്രോബാക്ടീരിയൽ സ്പീഷീസിന് കാണിക്കാറുണ്ട്. ആൻഡ് ഇത് കൂടാതെ പ്രയർ വാക്സിനേഷൻ വിത്ത് BCGക്കും പോസിറ്റീവ് കാണിക്കാറുണ്ട്, ഫോൾസ് പോസിറ്റീവ്. ഓക്കെ. പിന്നെ നെഗറ്റീവ് കാണിക്കുന്നത് സാർക്കോയിഡോസിസ്, സർട്ടൻ വൈറൽ ഇൻഫെക്ഷൻസ്, ഇതിനൊക്കെ എന്തായിരിക്കും? ഫോൾസ് നെഗറ്റീവ് ആയിരിക്കും ഈ ട്യൂബർക്കുലിൻ ടെസ്റ്റ് ഓർ മാൻടോക്സ് ടെസ്റ്റ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ പാത്തോജെനിസിസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഇത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. അതുകൂടാതെ സൈമൾട്ടേനിയസ് ആയിട്ട് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ തരുന്നുണ്ട്. ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി തന്നെ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇതെന്താ ചെയ്യുന്നത്? ആദ്യം ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാക്രോഫേജ് ഉണ്ടല്ലോ, മാക്രോഫേജിൻ്റെ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്, മാക്രോഫേജ് റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്ററിനോട് ഈ ബാക്ടീരിയ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ മാക്രോഫേജിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇൻറ്റേർണലൈസ് ചെയ്യും. അങ്ങനെ ഉള്ളിൽ എൻഗൾഫ് ചെയ്ത ആ മൈക്രോബാക്ടീരിയൽ സ്പീഷീസിനകത്തുള്ള ഗ്ലൈക്കോപ്രോട്ടീൻസ്, സെൽ വോളിലൊക്കെ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ടല്ലോ, ഈ ഗ്ലൈക്കോപ്രോട്ടീൻസ് വിൽ പ്രിവെൻറ്റ് ഫാഗോസോം ലൈസോസോം ഫ്യൂഷൻ. അങ്ങനെ പ്രിവെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫാഗോസോ ലൈസോം ഫ്യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു മൈക്രോബാക്ടീരിയൽ സ്പീഷീസിനെ കില്ല് ചെയ്യാൻ പറ്റും മൈക്രോവേജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. സോ അതിൻ്റെ ഫ്യൂഷൻ ഇവർ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഇവർ ഉള്ളിൽ മൈക്രോവേജിൻ്റെ ഉള്ളിൽ കുറേ റെപ്ലിക്കേറ്റ് ചെയ്തു, കുറേ പ്രോലിഫറേറ്റ് ചെയ്യും. അങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്ത് മൈക്രോവേജിനെ റപ്ചർ ചെയ്തിട്ട് ഇവർ വെളിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? കുറേ മോണോസൈറ്റ്സ് ഒക്കെ ആ ഒരു ഏരിയയിലേക്ക് റിക്രൂട്ട് ചെയ്യും. അങ്ങനെ കുറേ മാക്രോഫേജ് ആയിട്ട് മോണോസൈറ്റ്സ് കൺവേർട്ട് ടു മാക്രോഫേജ്. ആ മാക്രോഫേജ് എന്ത് ചെയ്യും? ഇപ്പോൾ റപ്ചർ ആയിട്ടുള്ള മാക്രോഫേജിനെയും കൂടാതെ ബാസിലേസിനെയൊക്കെ എൻഗൾഫ് ചെയ്യും. അങ്ങനെ ഇവരും വീണ്ടും റപ്ചർ ആവും. അങ്ങനെ റപ്ചർ എന്ത് പറ്റും? ബ്ലഡിലുള്ള ബാക്ടീരിയയുടെ ലെവൽ കൂടും, ബാക്ടീരിയമി ഉണ്ടാവും. ഇതാണ് ഇനീഷ്യൽ ഫേസ്. ഇനി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് വരും. അതായത് ബാക്ടീരിയമിൽ നിൽക്കുകയാണല്ലോ. അങ്ങനെ ബാക്ടീരിയമി വരുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും മാക്രോഫേജ് വരും, എൻഗൾഫ് ചെയ്യും, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എൻഗൾഫ് ചെയ്ത ബാക്ടീരിയ ലൈക്ക് മാക്രോഫേജ് എന്ത് ചെയ്യും? ഇവരുടെ ആൻറ്റിജൻ പ്രസൻറ്റ് ചെയ്യും. APC, ദാറ്റ് ഈസ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ലായിട്ട് മാക്രോഫേജ് മാറും. അങ്ങനെ മാക്രോഫേജ് ഇവരുടെ ആൻറ്റിജൻ പ്രസൻറ്റ് ചെയ്യും ആർക്ക്? നൈവ് T സെൽസിനോട്. നൈവ് T സെൽസിനെ ഇത് പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നൈവ് T സെൽസ് TH1 സെൽസായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർലൂക്കിൻ 12 ദാറ്റ് ഈസ് റിലീസ്ഡ് ബൈ ദി മാക്രോഫേജ്. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ TH1 സെൽസ് ഉണ്ടല്ലോ, ദേ വിൽ റിലീസ് ഇൻ്റർഫെറോൺ ഗാമ വിൽ കോസ് ആക്ടിവേഷൻ ഓഫ് മാക്രോഫേജ്. അങ്ങനെ മാക്രോഫേജ് എന്ത് ചെയ്യും? പിറ്റിറ്റ്യൂഡ് സെൽസായി ഗ്രാനുലോമ ഫോർമേഷൻ അങ്ങനെ പോകും. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ആക്ടിവേറ്റഡ് മാക്രോഫേജ് ചെയ്ത കിൽ ദി ബാക്ടീരിയ ബൈ സ്റ്റിമുലേറ്റിംഗ് ദി നൈട്രിക് ഓക്സൈഡ്സ് അല്ലെങ്കിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. ഇതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽസ് ഇമ്മ്യൂണിറ്റി. അതിൻ്റെ ബേസിലായിരിക്കും ഏതർ കിൽ ഓർ എന്ത് ചെയ്യും? ഗ്രാനുലോമ ഫോർമേഷനിലേക്ക് പോകുക എന്നുള്ളത്. ഇതാണ് നമ്മൾ ഈ ഒരു
ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നോക്കുന്നത് പാത്തോജനസിസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, മാൻഡോക്സ് ടെസ്റ്റ് ആൻഡ് അബൌട്ട് ദി ബാസിലി. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ട്യൂബർക്കുലോസിസ്. സോ ട്യൂബർക്കുലോസിന് ഒരു നെയിം കൂടെ ഉണ്ട്, കോച്ചസ് ഡിസീസ് എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് ട്യൂബർക്കുലോസിസ്? ഡെഫിനേഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് communicable chronic granulomatous disease caused by the mycobacterium tuberculosis, and this disease is also known as Koch's disease. ഓക്കെ, അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. അത് എങ്ങനെ ട്രാൻസ്മിഷൻ എങ്ങനെ കമ്മ്യൂണിക്കബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ആൻഡ് ദേ ആർ ക്രോണിക് എന്ന് പറയുമ്പോഴത്തേക്കും സഡനായിട്ട് ഉണ്ടാവുന്നതല്ല, ആഫ്റ്റർ എ മെനി വീക്സ് ടു ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസായിട്ട്. ദെൻ ഗ്രാനുലോമ ഫോർമേഷൻസ് ഉണ്ട്, ദാറ്റ് ഇസ് ഗ്രാനുലോമാറ്റസ് ഡിസീസാണ്. ആൻഡ് ഈസ് കോസ്ഡ് ബൈ ദി മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. സോ ഇത് കോസ് ചെയ്യുന്ന കൊസേറ്റീവ് ഓർഗാനിസം, കൊസേറ്റീവ് ഏജൻറ്റ് ഏതാ? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ആൻഡ് ദിസ് ഡിസീസ് ഇസ് ഓൾസോ നോൺ ആസ് കോച്ചസ് ഡിസീസ് ഓർ ട്യൂബർക്കുലോസിസ്. നോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്കോബാക്ടീരിയം സ്പീഷീസ്. മൈക്കോബാക്ടീരിയം സ്പീഷീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ പറയുന്നത്, വിച്ച് ഈസ് എയറോബിക് സ്പീഷീസ് ആണ്. ദേ ആർ എയറോബിക്, സ്ലെൻഡർ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. നമ്മൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? നമ്മൾ മൈക്രോബയോളജി ലാബിൽ ചെയ്ത് നോക്കുന്നില്ലേ, വിച്ച് ഇസ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്തുകൊണ്ടാണ് മൈക്കോബാക്ടീരിയത്തിന് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഈ മൈക്കോബാക്ടീരിയം സ്പീഷീസിനൊക്കെ മൈക്കോളിക് ആസിഡ് എന്നൊരു കമ്പോണൻ്റ് ഉണ്ട്. സോ ആ ഒരു മൈക്കോളിക് ആസിഡിനെ സ്റ്റെയിൻ ചെയ്യാൻ ഗ്രാം സ്റ്റെയിനിങ് യൂസ് ചെയ്താൽ പറ്റില്ല. ദാറ്റ് ഈസ് വൈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ aerobic, slender, rod-shaped bacteria. They are stained using acid-fast staining because lipid coat makes it difficult to stain, but once stained, difficult to decolorize by acid or alcohol. So നമ്മൾ എന്ത് യൂസ് ചെയ്യും? acid-fast staining യൂസ് ചെയ്യും. ഇവിടെ എന്ന് പറയുമ്പം they are stained by carbol fusing. Okay, then mode of transmission. Mode of transmission mainly communicable ആണെന്ന് പറഞ്ഞല്ലോ. So mode of transmission mainly 3 types ഉണ്ട്: inhalation, ingestion and inoculation. Inhalation എന്ന് പറയുമ്പോഴത്തേക്ക് ത്രൂ ദി റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, ദാറ്റ് ഇസ് ഇൻഫെക്റ്റഡ് പേഷ്യൻറ്റിൻ്റെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, ആൻഡ് ദാറ്റ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് കണ്ടെയ്ൻ ട്യൂബർക്കിൾ ബാസിലി. അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഹലേഷൻ വരെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയാൻ പറ്റും. ദെൻ ഇൻജക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്രിങ്കിങ് ഓഫ് നോൺ പാസ്ചറൈസ്ഡ് മിൽക്ക് കണ്ടെയ്ൻ മൈക്കോബാക്ടീരിയം ബോവിസ് സ്പീഷീസ്. സോ നോൺ പാസ്ചറൈസ്ഡ് മിൽക്കിൽ if the cow is infected with this mycobacterium species, mycobacterium bovis നോൺ പാസ്ചറൈസ്ഡ് മിൽക്കിൽ കാണും. സോ അതിൻ്റെ ഇഞ്ചക്ഷൻ കൊണ്ടും സംഭവിക്കാം. ദെൻ ഇനോക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ കട്ട് റിസൾട്ടിങ് ഫ്രം ഹാൻഡിലിംഗ് ട്യൂബർക്കുലോസിസ് ഇൻഫെക്റ്റഡ് ഓർഗൻ. ട്യൂബർക്കുലോസിസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലേ, ഇതൊരു റെസ്പിറേറ്ററി ഡിസീസ് മാത്രമല്ല. പ്രൈമറി ടി ബി എന്ന് പറയുമ്പോൾ ലങ്ങിലും ഇൻറ്റസ്റ്റൈനിലൊക്കെ കാണുന്നതാണ്. ബട്ട് സെക്കൻഡറി ടി ബി എന്ന് പറയുമ്പോൾ ലങ്ങും ഇൻറ്റസ്റ്റൈനും അല്ലാതെ ഫർദർ ബോഡി അതർ ഓർഗൻസിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല ഓർഗൻസിലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഡ്യൂറിങ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്തെങ്കിലും ഒരു കട്ട് സംഭവിക്കുകയാണ് ആ ഓർഗൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ട്യൂബർക്കുലോസിസ് ഒരു വൺ ഓഫ് ദി മോഡ് ഓഫ് ട്രാൻസ്മിഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മാൻഡോക്സ് ഓർ ട്യൂബർക്കുലിൻ ടെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ദി ഇൻഫെക്ഷൻ ഡെവലപ്സ് എ ഡിലേഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഫസ്റ്റ് ഇപ്പോൾ ഒരു പേഴ്സൺ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിലേഡ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ദാറ്റ് ഇസ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉള്ളവരാണ്, റെസ്പോൺസ് ഉള്ളതാണ്. ഓക്കെ, ആൻഡ് ദസ് ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ മാൻഡോക്സ് ടെസ്റ്റ്. ഇനി മാൻഡോക്സ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ചെയ്യുന്നത്? 0.1 ml ഇൻട്രാക്യൂട്ടീനിയസ് ഇഞ്ചക്ഷൻ ഓഫ് പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഈ മൈക്രോബാക്ടീരിയം സ്പീഷീസിൻ്റെ തന്നെ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ഓർ പി പി ഡി ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് യൂസ് ചെയ്തിട്ടാണ് ഇൻട്രാക്യൂട്ടീനിയസ് ഇഞ്ചക്ഷൻ വഴിയാണ് മാൻഡോക്സ് ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് മാൻഡോക്സ് ടെസ്റ്റ്? അത് ചിലപ്പോൾ പോസിറ്റീവ് തരാം, നെഗറ്റീവ് തരാം, ഫോൾസ് പോസിറ്റീവ് തരാം, ഫോൾസ് നെഗറ്റീവ് തരാം, അല്ലേ? സോ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് T cell mediated immunity to the mycobacterial antigen.
നമ്മുടെ ബോഡിയിൽ മൈക്രോബാക്ടീരിയൽ സ്പീഷീസ് കയറി കഴിയുമ്പോൾ ദേ പ്രൊഡ്യൂസസ് സർട്ടൻ ആൻറ്റിജൻസ്. സോ ആ ആൻറ്റിജൻസിൻ്റെ T cell mediated immune response against microbacterial antigen ആണ് കാണിക്കുന്നത് പോസിറ്റീവ് ടെസ്റ്റ് തരുമ്പം. സംടൈംസ് ഫോൾസ് പോസിറ്റീവ് ടെസ്റ്റ് തരും ഇഫ് ഇറ്റ് ഈസ് എടിപ്പിക്കൽ മൈക്രോബാക്ടീരിയൽ സ്പീഷീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രയർ വാക്സിനേഷൻ വിത്ത് BCG ഓൾസോ കോസസ് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്. ഫോൾസ് നെഗറ്റീവ് റിസൾട്ട് എപ്പോഴാണ് കിട്ടുന്നത്? സാർക്കോയിഡോസിസ്, മാൽന്യൂട്രീഷൻ, ഹോട്ട്സ്കിൻസ് ലിംഫോമ, ഇമ്മ്യൂണോ സപ്രഷൻ, സെർട്ടൻ വൈറൽ ഇൻഫെക്ഷൻസിനൊക്കെ ഫോൾസ് നെഗറ്റീവ് തരാൻ പറ്റും മാൻടോക്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ. Pathogenesis എന്ന് പറയുമ്പോഴത്തേക്കും there are two simultaneous immunological response ഉണ്ടാവാറുണ്ട് ട്യൂബർക്കുലോസിസിന്. either it can be CMI, that is cell mediated immunity mediated ആവാം, അല്ലെങ്കിൽ type 4 hypersensitivity reaction. അങ്ങനെ രണ്ട് simultaneous immunological reactions ഉണ്ടാവാറുണ്ട്. One is CMI എന്ന് പറയുമ്പോഴത്തേക്കും it occurs in immunocombatant individual against mycobacterium species. And type 4 hypersensitivity reaction എന്ന് പറയുമ്പം they are against mycobacterial antigens and is responsible for the tissue destruction such as caseous granuloma and caviations ഉണ്ടാവുന്നുണ്ട്. കേവിയേഷൻ അല്ല കേട്ടോ, ക്യാവിറ്റേഷൻ ആണ്. ക്യാവിറ്റേഷൻ ആൻഡ് കേഷ്യസ് നെക്രോസിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അതാണ് കേഷ്യേറ്റിംഗ് ഗ്രാനുലോമ ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻഫെക്ഷൻ ബിഫോർ ദി ആക്ടിവേഷൻ ഓഫ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ പാത്തോജൻസിന് ഒരു പിക്ചർ കാണിക്കാം. അപ്പോൾ ആ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ്, അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ തിയറി നോക്കിയിട്ട് ആ പിക്ചർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ പിക്ചർ കാണിക്കാം. ദിസ് പിക്ചർ ഷോസ് ദി പാത്തോജനസിസ് ഓഫ് ട്യൂബർക്കുലോസിസിനകത്ത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ട്, അതുകൂടാതെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനും വരുന്നുണ്ട്. സോ ഈ ഒരു പിക്ചർ മനസ്സിലാക്കുന്നതിന് മുമ്പ് ആ തിയറി എന്ത് നോക്കാം അല്ലേ പാത്തോജൻസിസിൻ്റെ. ഇൻഫെക്ഷൻ ബിഫോർ ആക്ടിവേഷൻ ഓഫ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അപ്പം ഇനീഷ്യൽ ഇൻഫെക്ഷൻസ് വിത്ത് മൈക്രോബാക്ടീരിയൽ ട്യൂബർക്കുലോസിസ് ഈസ് ഇൻ എ നോൺ സെൻസിറ്റൈസ്ഡ് ഇൻഡിവിജ്വൽ ആണ് പ്രൈമറി ട്യൂബർക്കുലോസിസ് എന്ന് പറയുമ്പോൾ എന്താ, ഇതിനു മുമ്പ് ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ സെൻസിറ്റൈസ്ഡ് ആവാത്ത ഒരു പേഷ്യൻ്റ്, ഒരു ഇൻഡിവിജ്വലിന് ഇനീഷ്യൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ ദേ ആർ കൺസിഡേർഡ് ആസ് പ്രൈമറി ട്യൂബർക്കുലോസിസ്. ദെൻ ഫാഗോസൈറ്റോസിസ് ഓഫ് ദി മൈക്രോബാക്ടീരിയൽ സ്പീഷീസ് ബൈ മാക്രോഫേജ്. ഇവിടെ വിറുലൻ ട്യൂബർക്കൽ ബാസിൽ അതിൻ്റെ ടിഷ്യൂവിൽ കാണുന്ന വിറുലൻ ട്യൂബർക്കൽ ബാസിൽ ഉണ്ടല്ലോ, അവർ ഫസ്റ്റ്ലി പ്രൈമറിലി ദേ ഇൻഫെക്ട് മാക്രോഫേജ്. ഇത് കൂടാതെ അത് ലങ്ങിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ദേ ഗെറ്റ് എൻഡോസൈറ്റോസിസ്, അതായത് ഇൻറ്റേർണലൈസ് ചെയ്യും എൻഡോസൈറ്റോസിസ് ബൈ ദി ആൽവിയോളാർ മാക്രോഫേജ് ത്രൂ മാക്രോഫേജ് റിസപ്റ്റർ. സോ അതിനുവേണ്ടി ആൽവിയോളാർ മാക്രോഫേജിന് രണ്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്, മാനോസ് റിസപ്റ്ററും കോംപ്ലിമെൻറ്റ് റിസപ്റ്ററും. മാനോസ് റിസപ്റ്റർ വിൽ ബൈൻഡ് ടു LAM, ലൈപ്പോ അഡമിനോ മാനിൻ പ്രോട്ടീൻ, വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദി സെൽ വോൾ ഓഫ് മൈക്രോബാക്ടീരിയൽ സ്പീഷീസ്. ആൻഡ് ഓൾസോ കോംപ്ലിമെൻറ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട്. കോംപ്ലിമെൻറ്റ് റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മൈക്രോബാക്ടീരിയം സ്പീഷീസിനോട് ഇവർ ബൈൻഡ് ചെയ്യും. കോംപ്ലിമെൻറ്റ് റിസപ്റ്റേഴ്സ് കൂടി ബൈൻഡ് ചെയ്തിട്ട് ദേ ഗെറ്റ് ഓപ്സണൈസ്ഡ് ബൈ C3b component. Then proliferation of microbacteria within the macrophage. So proliferation എന്ന് പറയുമ്പോൾ എന്താ, ആദ്യം അത് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിപ്ലിക്കേറ്റ് ചെയ്ത് തുടങ്ങണം, നമ്പർ കൂട്ടണം. ദാറ്റ് ഇസ് proliferation of microbacterium within the macrophage by blocking the fusion of phagosomes and lysosome resulting in the bacteremia. ഈ ഫാഗോസോമും ലൈസോസോം ഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ they will recognize the microbacterial species. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഡിസ്ട്രക്ട് ചെയ്യും. അങ്ങനെ ഡിസ്ട്രക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി they will block. ഈ microbacterial species will block the fusion of phagosome and lysosome resulting in the bacteremia. And bacteremia ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ either that patient remain asymptomatic or mild flu-like symptoms ഡെവലപ്പ് ചെയ്യും. Then genetic factors, that is NRAMP1 ആണ് genetic factor. ഈ NRAMP1 യൂഷ്വലി they will inhibit microbial growth യൂഷ്വലി അവർ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. ബട്ട് ഇൻ കേസ് അവർ ഇൻഹിബിറ്റ് ചെയ്തില്ല, ദാറ്റ് ഇസ് പോളിമോർഫിസം നടന്നു NRAMP1 ജീനിന്. അങ്ങനെ പോളിമോർഫിസം നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ട്യൂബർക്കുലോസിസ് പ്രോഗ്രസീവ് ട്യൂബർക്കുലോസിസ് ഉണ്ടാവും ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഇഫക്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇനീഷ്യേഷൻ ആൻഡ് കോൺസിക്വൻസ് ഓഫ് CMI. നമ്മൾ ആദ്യം പറഞ്ഞ എന്താ, ഇൻഫെക്ഷൻ ബിഫോർ ആക്ടിവേഷൻ ഓഫ് CMI ആക്ടിവേറ്റ് ആവുന്നതിന് മുമ്പുള്ള ഇൻഫെക്ഷനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അതായത് ബാക്ടീരിയമ വരെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുക. ഇനിയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് കാണിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് 3 weeks ആഫ്റ്റർ ദി എക്സ്പോഷർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് തുടങ്ങും. ദാറ്റ് ഈസ് പ്രസൻറ്റേഷൻ ഓഫ് CD4+ T cells by the APC that processes microbacterial antigen and present to the naive T cells and also it reaches to lymph nodes. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് CD4 T cells റെക്കഗ്നൈസ് ചെയ്തു,
എങ്ങനെ റെക്കഗ്നൈസ് ചെയ്തു? ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഈ ആൻറ്റിജനെ കണ്ടുപിടിച്ചിട്ട് ഈ നൈവ് ടി സെൽസിന് പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ നൈവ് ടി സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും ടി സെൽസ് ആയിട്ട്. ദാറ്റ് ഈസ് നൈവ് ടി സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് CD4+ ടി സെൽസ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതുകൂടാതെ കുറച്ച് ലിംഫ് നോഡ്സിലും ഈ ബാക്ടീരിയ പോകുന്നുണ്ടാവും. ലിംഫ് അഡിനൈറ്റിസ് ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഓക്കെ, ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നൈവ് ടി സെല്ലിനെ CD4+ ടി സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പം അതിന് യൂസ് ആക്കുന്നത് ഇൻ്റർലൂക്കിൻ 12 വിച്ച് ഇസ് സെക്രേറ്റഡ് ബൈ ദി മാക്രോഫേജ് ആൻഡ് TH1 പ്രൊഡ്യൂസസ്. ലൈക്ക് ഇപ്പോൾ TH1 ആയല്ലോ, ഹെൽപ്പർ ഇതിൻ്റെ CD4+ ടി സെൽസിനെ TH1 സെൽസ് എന്നും വിളിക്കും, അല്ലെങ്കിൽ T ഹെൽപ്പർ സെൽസ് എന്നും വിളിക്കും. ആൻഡ് ദിസ് TH1 പ്രൊഡ്യൂസസ് ഇൻ്റർഫെറോൺ ഗാമ. ഇൻ്റർഫെറോൺ ഗാമയ്ക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട്. വൺ ഓഫ് ദി ഫങ്ഷൻ ഈസ് ആക്ടിവേഷൻ ഓഫ് മാക്രോഫേജ്. മാക്രോഫേജിനെ ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവേറ്റഡ് മാക്രോഫേജ് എന്ത് ചെയ്യും? ദേ ആർ ബാക്ടീരിയോസിഡൽ ആണ്. ആക്ടിവേറ്റഡ് മാക്രോഫേജ് ആർ ബാക്ടീരിയോസിഡൽ. They will secrete TNF, that is tumor necrotic factor, and which promote the monocyte recruitment, which differentiate into epithelioid-like cells. ഇവിടെ ആക്ടിവേറ്റഡ് മാക്രോഫേജ് എന്ത് ചെയ്യും? മോണോസൈറ്റ് റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യും, ദാറ്റ് ഇസ് TNF സെക്രേറ്റ് ചെയ്തിട്ട്. അത് കൂടാതെ ഫർദർ ഇറ്റ് ഗെറ്റ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു epithelioid-like cells. And they stimulate the formation of phagolysosome. ഫാഗോസോമിൻ്റെയും ലൈസോസോമിൻ്റെയും ബൈൻഡിങ് ബ്ലോക്ക് ചെയ്യുമായിരുന്നു മൈക്കോബാക്ടീരിയൽ സ്പീഷീസ്. ബട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? IFN, that is interferon gamma. സ്റ്റിമുലേഷൻ ദേ സ്റ്റിമുലേറ്റ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡിനെ ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ NO+ അതർ ഓക്സിജൻ പ്രൊഡ്യൂസസ് റിയാക്റ്റീവ് ഇൻ്റർമീഡിയേറ്റ്സ്. ആ റിയാക്റ്റീവ് ഇൻ്റർമീഡിയേറ്റ്സ് ഒക്കെ ആൻറ്റി ബാക്ടീരിയോസിഡലാണ്. ഓക്കെ, ജസ്റ്റ് കില്ലിംഗ് ബാക്ടീരിയ, ലൈക്ക് ആൻറ്റിബയോട്ടിക് പോലെ ആൻറ്റി ബാക്ടീരിയസിഡൽ. ദെൻ ജനറേഷൻ ഓഫ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ലൈക്ക് NO. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസും ഇവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഡെവലപ്പ് ചെയ്ത് എന്ത് പറ്റും? ആ ബാക്ടീരിയ കൂടാതെ നമ്മുടെ സെൽസും കൂടെ കുറച്ച് ഡാമേജ് ആവും. ദെൻ ദ മൊബിലൈസസ് ദി ആൻറ്റി മൈക്രോബിസിഡൽ പെപ്റ്റൈഡ്സ് എഗെയിൻസ്റ്റ് മൈക്രോബാക്ടീരിയ. ലൈക്ക് ഡിഫെൻസിൻസ് പോലുള്ള ആൻറ്റി മൈക്രോബിസിഡൽ പെപ്റ്റൈഡ്സ് നമ്മുടെ ബോഡിയിലുള്ള പെപ്റ്റൈഡ്സിനെ ഇവർ എന്ത് ചെയ്യും? മൈക്രോബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൊബിലൈസ് ചെയ്യിക്കും. ആൻഡ് ഓൾസോ ദ സ്റ്റിമുലേറ്റ് ദി ഓട്ടോഫേഗി. ഓട്ടോഫേഗി എന്ന് പറയുമ്പോൾ എന്താ? അഫക്റ്റഡ് ആയിട്ടുള്ള സെൽസ് തന്നെ എന്ത് ചെയ്യും? ഡെഡായി പോകും. ദാറ്റ് ഈസ് ഓട്ടോഫേഗി. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഇൻ്റർഫെറോൺ ഗാമ. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യും? ആദ്യം മാക്രോഫേജിനെ അത് ആക്ടിവേറ്റ് ചെയ്തു, അങ്ങനെ എപ്പിത്തീലിയോയിഡ് സെൽസ് ആയിട്ട് കൺവേർട്ട് ആക്കി. ദെൻ ഫാഗോലൈസോസോം സ്റ്റിമുലേറ്റ് ചെയ്തു ആൻഡ് ROS, ദാറ്റ് ഈസ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. ദെൻ ദ മൊബിലൈസസ് ഡിഫെൻസിൻസ് പോലത്തെ ആൻറ്റി മൈക്രോബിസിഡൽ പെപ്റ്റൈഡ്സ് towards the mycobacteria species and they stimulate the autophagy. Then TH1 cell responsible for formation of granuloma and other caseous necrosis. ഈ TH1 സെൽസ് ഉള്ളതുകൊണ്ടാണ് ഗ്രാനുലോമയും കേഷ്യസ് നെക്രോസിസും വരുന്നത്. Then what is granuloma? Just inflammation. This is the granuloma formation. Granulomatous inflammation എന്ന് പറയുന്നത് granulomal inflammation അല്ലേ. അപ്പോൾ granuloma എന്താ? This is granuloma consists of caseous necrosis surrounded by the epithelioid cells. Epithelioid cells വീണ്ടും ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? Langerhans type of giant cells ഫോം ചെയ്യും. And it is surrounded by the lymphocytes and surrounded by the fibroblasts. This is granuloma. ഇനി നമുക്കിതിൻ്റെ സെയിം പിക്ചർ വെച്ചിട്ടൊന്നും പഠിച്ചു നോക്കാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് മൈക്കോബാക്ടീരിയൽ സ്പീഷീസ്. മൈക്കോബാക്ടീരിയൽ സ്പീഷീസ് എന്ത് ചെയ്യും? ദ പ്രിവെൻറ്റ് ദി ഫാഗോസോം ലൈസോസോം ഫ്യൂഷൻ. ഓക്കെ, വൺസ് അവർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പീഷീസിന് എന്തുണ്ട്? മാനോസ് റിസപ്റ്റർ ഉണ്ട്, കൂടാതെ C3b ദാറ്റ് ഈസ് കോംപ്ലിമെൻറ്റ് റിസപ്റ്റേഴ്സും ഇവർക്കുണ്ട്. ആ കോംപ്ലിമെൻറ്റ് റിസപ്റ്റേഴ്സും മാനോസ് റിസപ്റ്ററും വെച്ചിട്ട് ഈ മൈക്രോബാക്ടീരിയ സ്പീഷീസ് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്യും. ഇതാണ് മൈക്രോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ്. ദേ കൺസിസ്റ്റ് ഓഫ് മാനോസ്, C3b ആൻഡ് others on mycobacterial binds to the corresponding receptors on the macrophage. ഇവർ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? They infect the alveolar macrophage, engulf mycobacteria. The mycobacterial glycoprotein blocks the fusion of phagosomes and lysosomes. സോ എന്ത് ചെയ്യും? വൺസ് ഇവർ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈക്രോബാക്ടീരിയ സ്പീഷീസിനെ ഈ മാക്രോഫേജ് എൻഗൾഫ് ചെയ്യും. ആൽവിയോളർ മൈക്രോഫേജ് എന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്ത് കഴിയുമ്പം അവരുടെ ഉള്ളിൽ ഈ മൈക്രോബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ട്. ആ ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്ത് ചെയ്യും? ദേ വിൽ പ്രിവെൻറ്റ് ദി ഫ്യൂഷൻ ഓഫ് ഫാഗോസോം വിത്ത് ദി ലൈസോസോം. അങ്ങനെ പ്രിവെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദേ ക്യാൻ സർവൈവ് ഇൻസൈഡ് ദി മാക്രോഫേജ്. അങ്ങനെ കുറേ റിപ്ലിക്കേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എക്സ്റ്റെൻസീവ് പ്രൊലിഫറേഷൻ ഓഫ് ബാസിലൈ വിത്തിൻ ദി മാക്രോഫേജ്. ഫർദർ എന്ത് പറ്റും? മാക്രോഫേജ് ഗെറ്റ് റപ്ചേർഡ് ആൻഡ് റിലീസസ് ദി ബാസിലൈ. ദെൻ ഫർദർ എന്ത് ചെയ്യും? റിലീസായ ബാസിലൈ അടുത്ത അതർ മാക്രോഫേജിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് അഡീഷണൽ മാക്രോഫേജ്. വൺസ് ഇത് റിലീസ് ആയി കഴിയുമ്പോൾ മാക്രോഫേജ് ഗെറ്റ് ആക്ടിവേറ്റഡ് റൈറ്റ്. സോ അങ്ങനെ കുറേ മാക്രോഫേജിനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യും.
അങ്ങനെ എന്ത് പറ്റും? റിക്രൂട്ട്മെൻറ്റ് ആൻഡ് അഡീഷൻ ഓഫ് മാക്രോഫേജ് വിച്ച് ഇൻജസ്റ്റ് ഡൈയിങ് മാക്രോഫേജ് ആൻഡ് ദെയർ ബാസിലറി കണ്ടൻറ്റ് ഫർദർ റിസൾട്ടിങ് ഇൻ ബാക്ടീരിയ ആൻഡ് സീഡിങ് ഓഫ് മൾട്ടിപ്പിൾ സൈറ്റിൽ അങ്ങനെ അത് സീഡിങ് ഉണ്ടാക്കും. ദെൻ ഇതാണ് ഇൻഫെക്ഷൻ ബിഫോർ ആക്ടിവേഷൻ ഓഫ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഇനീഷ്യേഷൻ ആൻഡ് കോൺസിക്വൻസ് ഓഫ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്തൊക്കെയായിരിക്കും? മാക്രോഫേജ് വിത്ത് ബാസിലൈ ആണ് ഈ പിക്ചർ. ഓക്കെ, ദെൻ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ പ്രോസസ്സസ് മൈക്രോബാക്ടീരിയൽ ആൻറ്റിജൻ ആൻഡ് പ്രസൻറ്റ് ടു ദി ടി സെൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാക്രോഫേജ് എന്ത് ചെയ്യും? മാക്രോഫേജും ഡെൻഡ്രൈറ്റ് സെൽസും ഒക്കെയാണ് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? ഈ ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്യും. എങ്ങോട്ട്? നൈവായിട്ടുള്ള ടി സെൽസിന് പ്രസൻറ്റ് ചെയ്യും. അവരെന്ത് ചെയ്യും? TH1 സെൽസ് ആയിട്ട് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇൻ്റർലൂക്കിൻ 12ൻ്റെ ഹെൽപ്പോടുകൂടി, ഇൻ്റർലൂക്കിൻ 12 ഇവിടെ റിലീസ് ചെയ്യുന്നത് ദേ സെക്രീറ്റഡ് ബൈ ദി മാക്രോഫേജ്. അങ്ങനെ ദ ഡിഫറൻഷിയേഷൻ ഓഫ് CD4+ T സെൽസ് ടു ദി TH1 സെൽസ്. അങ്ങനെ എന്ത് പറ്റും? ഇവിടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനൊക്കെ കാണിക്കും. ഈ ടൈമിൽ ട്യൂബർക്കുലിൻ ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കാണിക്കും. ദെൻ ഇവിടെ ആക്ടിവേഷൻ വരും. ഇപ്പോൾ TH1 സെൽസ് ഉണ്ടല്ലോ, ഇവരിനി ഇൻ്റർഫെറോൺ ഗാമ സെക്രീറ്റ് ചെയ്യും. ഈ ഇൻ്റർഫെറോൺ ഗാമ എന്ത് ചെയ്യും? അതേ causes activation of the macrophage, and activated macrophage further causes modification of macrophage into the epithelioid cells. ഇങ്ങനെ epithelioid cells ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കേജസ് നെക്രോസിസ് ഡെവലപ്പ് ചെയ്യും. എപ്പിത്തീലിയോയിഡ് സെൽസ് ചുറ്റിനും വരും. ലങ്ങഹാൻ ടൈപ്പ് ഓഫ് ജൈൻ സെൽസ് വരും. ഇപ്പോൾ ചുറ്റിനും ലിംഫോസൈറ്റ്സ് വന്നു, ഫൈബ്രോബ്ലാസ്റ്റ് വന്നു. അങ്ങനെ ഒരു ഗ്രാനുലോമ ഫോർമേഷൻ നടക്കും. ഇപ്പം ആക്ടിവേറ്റഡ് മാക്രോഫേജ് ഇൻ കേസ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് എപ്പിത്തീലിയോയിഡ് സെൽസ് ആയിട്ട് മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ദേ വിൽ കില്ലിംഗ് ഓഫ് മൈക്രോബാക്ടീരിയയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്ടിവേറ്റഡ് മൈക്രോഫേജ് ഏതൊരു ഇങ്ങനെ പോവാം, കില്ലിംഗ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് മോഡിഫൈ ഗ്രാനുലോമ ഫോം ചെയ്യാം. അത് ഇമ്മ്യൂണിറ്റി ബേസ്ഡിലായിരിക്കും ഇത് എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളത്. ദെൻ കില്ലിംഗ് ആണെന്നുണ്ടെങ്കിലോ മെച്ചുറേഷൻ ആൻഡ് ആക്ടിവേഷൻ ഓഫ് ഫാഗോലൈസോസോം വഴിയായിരിക്കും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് ആൻഡ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. നമ്മൾ പറഞ്ഞിരുന്നു റോൾ ഓഫ് TNF. അതിൽ പറഞ്ഞ ഒരു പോയിന്റ് ഇത് രണ്ടും. ഓക്കെ, ഇപ്പോൾ 3 പോയിന്റ് പറഞ്ഞു. മൊത്തം 6 പോയിന്റ് ആയിരുന്നു, 6 ഫങ്ഷൻസ് ആയിരുന്നു ഇൻ്റർലൂക്കിൻ ദാറ്റ് ഇസ് TNFന് ഇൻ്റർലൂക്കിൻ 6 ഇൻ്റർലൂക്കിൻ ഗാമയ്ക്ക് പറഞ്ഞത്.